ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന 3 വേർഡ്സാണ് പാർട്സ്, അതേപോലെ ആർട്ടിക്കിൾസ്, സ്കെഡ്യൂൾസ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 25 പാർട്സ് ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 സ്കെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, നിരന്തരമായി ഇത് കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് പാർട്സ്, എന്താണ് ആർട്ടിക്കിൾസ്, എന്താണ് സ്കെഡ്യൂൾസ് എന്ന കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരിൽ എപ്പോഴും ഈ 3 കാര്യങ്ങൾ ചെറിയൊരു സംശയമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചെറിയൊരു സംശയത്തിന് നമുക്കിന്നൊരു വ്യക്തത വരുത്താം. ആദ്യം നമുക്ക് എന്താണ് പാർട്സ് എന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പോലൊരു വാസ്റ്റായ കൺട്രിക്ക്, അതായത് ഒരുപാട് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയൊക്കെയുള്ള വലിയ വാസ്റ്റായിട്ടുള്ളൊരു കൺട്രിക്ക് ഒരൊറ്റ നിയമപുസ്തകമാണുള്ളത്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യയുടെ സമസ്ത മേഖലകളെക്കുറിച്ചും, നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചും എവിടെ പരാമർശിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഭൂപ്രദേശം എന്താണ്, ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ ആരൊക്കെയാണ്, ഈ ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, നമ്മളെ ഭരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം, അവരിവിടെ എങ്ങനെയൊക്കെയാണ് ഭരണം നടത്തേണ്ടത്, ജനങ്ങളുടെ കടമകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ ഭരണഘടനയിൽ നിയമങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ നമ്മുടെ ഭരണഘടനയെ നമുക്കൊരു സ്കൂൾ കുട്ടിയുടെ ബാഗായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സ്കൂൾ കുട്ടിയുടെ ബാഗിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ടാവും. മലയാളം ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, അങ്ങനെ പല വിഷയങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ ഓരോ വിഷയത്തിന് വേണ്ടിയിട്ടും ഓരോ നോട്ട്ബുക്ക് ഈ കുട്ടി കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഒരുപാട് വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് എഴുതി ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സോ ഓരോ വിഷയത്തെയും ഓരോ പാർട്ടുകളായിട്ട് ഭരണഘടനയിൽ തിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്കൂൾ കുട്ടിയുടെ ബാഗിലെ ഓരോ ബുക്കുകളായിട്ട്, ഓരോ വിഷയത്തിന് വേണ്ടിയിട്ട് തരംതിരിച്ചിട്ടുള്ള ഓരോ നോട്ട്ബുക്കുകളായിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്സിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പാർട്ടിലും ഓരോ പാർട്ടെന്ന് പറയുന്നതും ഓരോ സിഗ്നിഫിക്കൻറ്റ് ഏരിയാസാണ്, അല്ലെങ്കിൽ ഓരോ സിഗ്നിഫിക്കൻറ്റ് സബ്ജക്റ്റാണ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പാർട്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും? 25 പാർട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 25 പാർട്സ് എന്ന് പറയുന്നതും 25 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളീ പറയുന്ന പോലെ പാർട്ട് 1 മുതൽ പാർട്ട് 25 വരെ ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നമുക്ക് ഉദാഹരണത്തിന് പാർട്ട് 3 എടുക്കാം. പാർട്ട് 3 എന്താണ്? പാർട്ട് 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് പാർട്ട് 3യിൽ എന്താണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലിക അവകാശം എന്നൊരു വിഷയമാണ് പാർട്ട് 3 കൈകാര്യം ചെയ്യുന്നത്. ഇനി പാർട്ട് 4 എടുത്താലോ? പാർട്ട് 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ കാണാൻ പറ്റുന്നത്? DPSP ആണ്. DPSP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഭരിക്കുന്ന സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്. അപ്പം ഈ സ്റ്റേറ്റിൽ നമ്മളെ ഭരിക്കുന്നവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ നിയമനിർമ്മാണം നടത്തേണ്ടത്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ പോളിസികൾ കൊണ്ടുവരേണ്ടത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ ഒരു പാർട്ട് 4 എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ 25 പാർട്സ് നമ്മൾ നോക്കുമ്പോഴും ഓരോ പാർട്സും ഓരോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്ത് പോകുന്നു, നമ്മുടെ സ്കൂൾ കുട്ടിയുടെ ബാഗിലെ ഓരോ നോട്ട്ബുക്ക് പോലെ. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് പാർട്സ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഷെൽഫിൽ ഓരോരോ സബ്ജക്റ്റിൻ്റെ ഫയലുകൾ അടുക്കി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോരോ ബുക്കുകൾ അടുക്കി വെക്കുന്നത് പോലെ തന്നെ 25 പാർട്സ് കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾസ് ഇപ്പോൾ നമ്മൾ പാർട്സിനെ ഒരു നോട്ട് ബുക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തെങ്കിൽ, ആർട്ടിക്കിളിനെ അതിലെ പേജുകളായിട്ട് അല്ലെങ്കിൽ അതിലെ ഓരോ ചാപ്റ്ററുകളായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ഓരോരോ ചാപ്റ്റേഴ്സും ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലേ? ഈ എല്ലാ ചാപ്റ്റേഴ്സും കൂടി ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അതിലെ ഓരോ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ സെൻറ്റൻസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ആർട്ടിക്കിളുകളായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഓരോ പാർട്സിൽ
ഇല്ലേ? ഓരോ പാർട്സ് എന്ന് പറയുന്ന ഓരോ സബ്ജക്റ്റുകളാണ്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഓരോരോ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഓരോരോ നിയമങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ഓരോരോ ആർട്ടിക്കിൾസിലാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് പാർട്ട് 3 തന്നെ എടുക്കാം. പാർട്ട് 3 തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പം എന്താണ് സ്റ്റേറ്റ്? നമ്മളെ ഭരിക്കുന്നവർ, സ്റ്റേറ്റ് ഭരണകൂടം, നമ്മളെ ഭരിക്കുന്നവർ എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കരുതെന്നാണല്ലോ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എന്താണ് സ്റ്റേറ്റ് എന്ന് അവിടെ കൃത്യമായി പറയുന്നു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 13 വരുമ്പോൾ നമുക്കറിയാം ജുഡീഷ്യൽ റിവ്യൂ മറ്റുമുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ആർട്ടിക്കിൾ 14 വരുമ്പോൾ എന്താണ്? സമത്വത്തിനുള്ള അവകാശം. പിന്നീട് അങ്ങോട്ട് നമ്മുടെ അവകാശങ്ങളാണ് പറയുന്നത്. മൗലിക അവകാശങ്ങൾ കൃത്യമായി പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ കൃത്യമായിട്ട് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നു. അതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്യുന്നു? പറഞ്ഞു വെക്കുന്നു ഓരോരോ ആർട്ടിക്കിളുകളായിട്ട്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ എന്താണെന്ന് കൃത്യമായൊരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പാർട്സ് എന്താണെന്ന് മനസ്സിലായി, ആർട്ടിക്കിൾസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെഡ്യൂൾസ് ആണ്. അപ്പം സ്കെഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? എക്സ്ട്രാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനറൽ ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു പട്ടികയാണ് സ്കെഡ്യൂൾസ് എന്ന് പറയുമ്പോൾ പട്ടിക. ഈ കാണുന്നൊരു 12 പട്ടികയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസാന ഭാഗത്ത് അവസാനമായിട്ടാണ് നമുക്ക് ഈ ഒരു 12 പട്ടികകൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഈ പട്ടികകൾ അല്ലെങ്കിൽ ഈ സ്കെഡ്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആർട്ടിക്കിൾ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഓരോരോ ആർട്ടിക്കിൾ പാർട്സിൽ ഓരോരോ ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആർട്ടിക്കിളിൽ എഴുതാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ എഴുതാൻ ലിമിറ്റേഷനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്കെഡ്യൂൾസിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആർട്ടിക്കിൾ 1 എക്സാമ്പിളായിട്ട് പറയാം. ശരിക്കും ഇന്ത്യയുടെ നെയിം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നെയിമും അതേപോലെ ടെറിറ്ററി, അപ്പം രാജ്യത്തിൻ്റെ പേരും ഇതിൻ്റെ ഭൂപ്രദേശവുമാണ് ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 1 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അതായത് ഭാരതം എന്താണ്? സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ഇന്ത്യയുടെ ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ടെറിട്ടറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശമാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ടെറിട്ടറി എന്ന് പറയുന്നതും എന്താണ്? ഇന്ത്യയുടെ തന്നെ ഭൂപ്രദേശമാണ്. ദെൻ എന്താണ്? ഇനി ഭാവിയിൽ ലാസ്റ്റ് പറയുന്നത് ഈ ഭാവിയിൽ ഇന്ത്യ പിടിച്ചെടുക്കാവുന്ന, ഫ്യൂച്ചറിൽ ഇന്ത്യ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും എന്ത് തന്നെയാണ്? ഇന്ത്യയുടെ ഭൂപ്രദേശമാണെന്നാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഒക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയേണ്ട ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്. പക്ഷേ പല ലിമിറ്റേഷൻസ് പ്രധാനമായിട്ട് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ലെങ്തിയസ്റ്റ് ആണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ജനറൽ ഡീറ്റെയിൽസും കൂടി നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ലെങ്തിയസ്റ്റ് ആയിട്ട് മാറും, വീണ്ടും ഇതിൻ്റെ നീളം കൂടിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനൊരു ലിമിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു ജനറൽ ഇൻഫർമേഷൻ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾസ് വായിക്കുന്ന സമയത്ത് ശരിക്കും അത് കൺഫ്യൂസിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ജനറൽ ഡീറ്റെയിൽസും എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് ലാസ്റ്റ് ഒരു പട്ടിക തയ്യാറാക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവിടെ പ്രതിപാദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സ്കെഡ്യൂൾ 1 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, സ്കെഡ്യൂൾ 1 എന്താണ്? സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നെയിം ആൻഡ് ദെയർ ബൗണ്ടറീസ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരും അതേപോലെ തന്നെ ബൗണ്ടറീസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? സ്കെഡ്യൂൾ 1 ഓക്കെ, അപ്പോൾ സ്കെഡ്യൂൾ 1 എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഐഡിയ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, ജനറൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഈ സ്കെഡ്യൂൾസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി വെച്ചൊന്നും പറയാം. അതായത് നമുക്കറിയാവുന്ന ഒരു സ്കെഡ്യൂളാണ് സ്കെഡ്യൂൾ 8. അതായത് സ്കെഡ്യൂൾ 8 കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് സ്കെഡ്യൂൾ 8 കൈകാര്യം ചെയ്യുന്നത്. അതായത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് നമുക്ക്. ആ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെഡ്യൂൾ 8 നമുക്കത് കാണാനായിട്ട് സാധിക്കാം.
നമ്മൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 17 പാർട്ട് 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ് ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എവിടെയും നമുക്ക് ഈ 22 ലാംഗ്വേജസ് ഇന്ത്യയിലെ ഒഫീഷ്യലായിട്ടുള്ള 22 ലാംഗ്വേജസ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസിൽ എവിടെയും കാണാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? സ്കെഡ്യൂൾഡ് 8-ലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ഈ ലാംഗ്വേജസ് കാണാൻ പറ്റാത്തത്, മറിച്ച് ഈ സ്കെഡ്യൂളിൽ ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ടായി എന്താണ് സ്കെഡ്യൂൾസ്. ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനറൽ ഇൻഫർമേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെവിടെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? നമ്മുടെ സ്കെഡ്യൂൾസിലാണ് ഉൾപ്പെടുത്തുന്നതെന്നും മനസ്സിലായി. അപ്പം കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായല്ലോ, പാർട്ട് എന്താണ്, ആർട്ടിക്കിൾസ് എന്താണ്, സ്കെഡ്യൂൾസ് എന്താണെന്നുള്ളൊരു കൃത്യമായൊരു ധാരണയായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.